അയ്യങ്കാളിയുടെ ജീവചരിത്രം മഹാത്മാ അയ്യങ്കാളി എന്ന പേരിൽ സിനിമയായപ്പോൾ അയിത്തം കൽപ്പിച്ച തിയേറ്റർ ഉടമകൾക്കും സർക്കാരിനുമെതിരെ പ്രതിഷേധിച്ച് യുവമോർച്ച കൊട്ടാരക്കരയിൽ വിവാദ സിനിമ പ്രദർശിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് കൊട്ടാരക്കര ഹൈലാൻഡ് സെൻട്രൽ ഓഡിറ്റോറിയത്തിലായിരുന്നു പ്രദർശനം. നേരത്തെ ചിത്രീകരണം പൂർത്തിയായ സിനിമയ്ക്ക് കേരളത്തിലെ 40ഓളം തിയേറ്ററിൽ പ്രദർശനാനുമതി ലഭിച്ചിരുന്നു. എന്നാൽ റിലീസിന്റെ തലേദിവസം തിയേറ്റർ ഉടമകളും സർക്കാരും അയിത്തം പറഞ്ഞ പ്രദർശനം നിർത്തിവയ്ക്കുകയായിരുന്നുവെന്ന് യുവമോർച്ച ആരോപിച്ചു. സൂര്യദേവാണ് ചിത്രത്തിന്റെ സംവിധായകൻ. പ്രദർശനത്തിനു ശേഷം നടന്ന സമ്മേളനം കേരള പുലയർ മഹാസഭ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏറെ കഷ്ടതകൾ സഹിച്ചാണ് ചിത്രം പൂർത്തിയാക്കിയതെന്നും ചിത്രീകരണത്തിന് ഏറെ സഹായിച്ച സർക്കാർ ഇപ്പോൾ മൌനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് തോന്നി എന്തിനാണ് ഈ ചെറുപ്പക്കാരൻ ഇത്രയും സമ്മർദ്ദം മുടങ്ങി ഇത്തരം ഒരു ഉദ്യമത്തിലേക്ക് വരുന്നത് എന്ന് സ്വാഭാവികമായി തോന്നി. കാരണം സാധാരണയായി സിനിമയെടുക്കുക എന്നുള്ളത് ഒരു കച്ചവട മനോഭാവമാണ്. പക്ഷെ അയ്യങ്കാളി സിനിമയെ പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട് സിനിമയായി വരുന്നത് കൊണ്ട് ഒരു കച്ചവട മനോഭാവം അതിൽ കാണില്ല എന്ന് അറിയാം. എന്തു തന്നെ ആയാലും ആ സിനിമയെടുത്തതിന് ശേഷം ഒട്ടനവധി സാമ്പത്തികവും മാനസികവുമായ പ്രതിസന്ധികളാണ് അദ്ദേഹം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് KR രാധാകൃഷ്ണൻ അധ്യക്ഷനായി. തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചില്ലെങ്കിൽ തെരുവുകൾ തോറും സിനിമ പ്രദർശിപ്പിക്കുമെന്നും അതിന് യുവമോർച്ച ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. BJP മണ്ഡലം പ്രസിഡന്റ് വൈക്കൽ സോമൻ, BJP സംസ്ഥാന സെക്രട്ടറി MS ശ്യാംകുമാർ, KPMS താലൂക്ക് പ്രസിഡന്റ് M സുരേഷ്, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P സുധീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.